റൂമിനോട് ചേർന്ന് തന്നെ അവരുടെ ശൗചാലയം, കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ ബാത്റൂം. റൂമിൽ നിന്നൊക്കെ പുറത്ത് വരുമ്പോൾ തന്നെ ചെറിയൊരു കിളിവാതിൽ കാണാം. ഈ കിളിവാതിൽ വഴി നോക്കുമ്പം നവരാത്രി മണ്ഡപം കാണാം. ഇതാണ് നവരാത്രി മണ്ഡപം. ആയുധങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ സൈഡിൽ കാണുന്ന വലിയ റൂമുകളാണ്. ഈ റൂമിലാണ് ആയുധങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നത്. ഇപ്പോഴുള്ള റൂമിൽ ആയുധങ്ങളൊന്നുമില്ല, റൂം മാത്രം കാണാം, ബ്ലാങ്ക് റൂം. ആയുധങ്ങൾ സൂക്ഷിച്ചു വച്ചിരുന്ന റൂമാണത്. കൊട്ടാരത്തിലെ സ്ത്രീകൾ രഥോത്സവം കാണുന്നത് ഈ ഭാഗത്തിരുന്നിട്ടാണ്. രാജാവ് പൊതുജനങ്ങൾക്ക് സന്ദർശനം കൊടുക്കുന്നത് ഇവിടെ വെച്ചാണ്. ഇപ്പോൾ കാണുന്നത് ഒരു അതിഥി മന്ദിരമാണ്. രാജാവിനെ കാണാൻ വരുന്ന വിദേശികൾക്ക് താമസിക്കാനുള്ള ഒരു മന്ദിരമാണിത്, അതിഥി മന്ദിരം. ഈ കൊട്ടാരത്തിൽ ഒരുപാട് മന്ദിരങ്ങളുണ്ട്. ഓരോ കാലഘട്ടത്തിൽ ഓരോ രാജാക്കന്മാർ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചതാണ് പല പല മന്ദിരങ്ങൾ. ഈ കൊട്ടാരത്തിൽ ഏകദേശം 22 മന്ദിരങ്ങളുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. നടമാളിക, പൂമുഖമാളിക, പ്ലാമുട്ടിൻ ചാവടി, വേപ്പിൻമൂട് കൊട്ടാരം, തായ് കൊട്ടാരം, വലിയ ഊട്ടുപുര, ഹോമപ്പുര, പുത്തൻ കൊട്ടാരൻ, ഉപ്പിക്കരിക മാളിക, ആയുധശാല, തെക്കേ തെരുവ് മാളിക, പത്തടിക്കളം മാളിക, അമ്പാരിമുഖപ്പ്, ചന്ദ്രവിലാസം, ഇന്ദ്രവിലാസം, ചമയപ്പുര, നവരാത്രി മണ്ഡപം, കൊച്ചുമടപ്പള്ളി, കമ്മട്ടം, തേവരട്ടുകോളം ദേവസ്വം, ആലമ്പാറ ദേവസ്വം, തെക്കേ കൊട്ടാരം. അന്നിങ്ങനെ കുറേ മന്ദിരങ്ങൾ ഇവിടെ ഈ കൊട്ടാരത്തുണ്ട്. മണിച്ചിത്രത്താഴ് എന്ന ഫാസിൽ ചിത്രത്തിലെ പ്രസക്ത ഭാഗങ്ങളും ഗാനരംഗങ്ങളും ഷൂട്ട് ചെയ്തത് ഇവിടെ ചിത്രീകരിച്ചത് എല്ലാം ഈ പടത്തിന് വേറൊരു പ്രത്യേകമാണ് എന്നറിയാമോ? എൻ്റെ ക്ലൈമാക്സ് ഉണ്ടല്ലോ, ആ പടത്തിൻ്റെ ഡയറക്ടർ ഫാസിലാണ്, ഫാസിലിൻ്റെ അച്ഛൻ പടത്തിൻ്റെ ഡയറക്ടർ. പക്ഷേ അതിൻ്റെ ക്ലൈമാക്സ് മാത്രം 4 ഡയറക്ടർ ഒരുമിച്ചാണ് സിദ്ദിഖ്, പ്രിയ. പല ചലച്ചിത്രങ്ങൾക്കും ഈ കൊട്ടാര സമുച്ചയം അവതരണ പശ്ചാത്തലം ഒരുക്കിയിട്ടുണ്ട്. മണിച്ചിത്രത്താഴ്, ഹിസ് ഹൈനസ് അബ്ദുള്ള, അങ്ങനെ ഒരുപാട് എങ്ങനെയുള്ള ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് ഈ കൊട്ടാരത്തിൽ വെച്ച് എടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് കൊട്ടാരത്തിലുള്ള കുളക്കടവാണ്. ഈ കാണുന്ന കൊട്ടാരവും കൊട്ടാര വിളപ്പും ഏകദേശം 6 ഏക്കറോളം വരും.
കുളപ്പുര. കുളമൊന്നും കണ്ടുകൂടല്ലോ അവിടെ. കുളക്കടവിൽ നേരെ വരുന്നത് ഈ കൊട്ടാരത്തിൻ്റെ അടുക്കളയിലോട്ടാണ്. ഇതാണ് കൊട്ടാരത്തിൻ്റെ അടുക്കള, പാചകശാല. മോളിൽ കയറുന്നൊരു ഫോട്ടോ എടുക്കാം. കൊട്ടാരം ഇപ്പോൾ നല്ല മെയിൻ്റെനൻസ് ചെയ്ത് നല്ല നീറ്റായിട്ട് തന്നെ വച്ചിരിക്കുന്നത്. ഈ കൊട്ടാരം ഇപ്പോൾ നോക്കി നടത്തുന്നത് കേരള സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പ് ആണ് ഈ കൊട്ടാരം ഇപ്പോൾ നോക്കി നടത്തുന്നത്. എത്ര ലക്ഷം രൂപ വാങ്ങിച്ചാണ്? ക്യാമറയ്ക്ക് കൂടിയ പൈസ ആയിരിക്കും. പിന്നെ കൊണ്ടു അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നവരാത്രി മണ്ഡപമാണ്. നവരാത്രി മണ്ഡപം പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് എന്താ പറയുക, മണിച്ചിത്രത്താഴിൽ അവസാനം ശോഭന ഡാൻസ് കളിക്കുന്ന സീൻ ഈ നവരാത്രി മണ്ഡപത്തിൽ വെച്ചാണ്. അതിന് ഹിസ് ഹൈനസ് അബ്ദുള്ളയിൽ ദൈവസമാതലം സോങ് മോഹൻലാൽ ഇരുന്ന് പാടുന്നതും ഈ നവരാത്രി മണ്ഡപത്തിലിരുന്നിട്ടാണ്. ഇതാണ് നവരാത്രി മണ്ഡപം. പല ചിത്രങ്ങൾക്കും കാഴ്ചയൊരുക്കിയ ഒരു സ്ഥലമാണത് നവരാത്രി മണ്ഡപം. നവരാത്രി മണ്ഡപത്തിനോട് ചേർന്ന് തന്നെ ഒരു സരസ്വതി ക്ഷേത്രവും പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് മണിമാളിക. കൊട്ടാരത്തിൽ സമയം അറിയാനാണ് ഈ സംവിധാനം. കൊട്ടാരത്തിൻ്റെ പല ഭാഗങ്ങളും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. കൊട്ടാരത്തിൻ്റെ പല ഭാഗങ്ങളും കൊണ്ട് ഈ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത വിശേഷങ്ങളുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.